ഹായ്, നമസ്കാരം. എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യട്ടെ. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നോടൊരു കഥ പറഞ്ഞു. ആ കഥ ഒരു രാജാവിൻ്റെയും ബുദ്ധിമാനായ ഒരു മന്ത്രിയുടെ കഥയായിരുന്നു. മന്ത്രി രാജകൊട്ടാരത്തിൽ എന്ത് സംഭവിച്ചാലും മന്ത്രി പറയും എല്ലാം നല്ലതിനാണ്. പലപ്പോഴും രാജാവിനെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും രാജാവ് ഒരു മറുപടിയും പറഞ്ഞിട്ടില്ല. രാജാവും ഈ മന്ത്രിയും ചേർന്ന് ഒരു ദിവസം ഒരു നായാട്ടിന് പോയി. നായാട്ടിന് പോയിട്ട് ഇവർ മടങ്ങി വരുന്ന വഴി കുറച്ചു വൈകി. സന്ധ്യാസമയത്ത് ഒരു വേടന്റെ അമ്പ് കൊണ്ട് രാജാവിന്റെ ഒരു വിരൽ നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട രാജാവ് പെട്ടെന്ന് മന്ത്രിയോട് ചോദിച്ചു, എന്ത് സംഭവിച്ചു മന്ത്രി എന്ന് ചോദിക്കുമ്പോഴും ഈ മന്ത്രി പറയുന്ന മറുപടി എല്ലാം നല്ലതിനാണ്. പെട്ടെന്ന് കോപാകുലനായ രാജാവ് ഈ മന്ത്രിയെ പിടിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. എന്നിട്ട് ഈ രാജാവ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തു. ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വഴി നരഭോജികളായ കുറച്ചുപേർ ഈ രാജാവിനെ പിടിച്ച് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവർക്ക് ഒരു മനുഷ്യനെ ബലിയർപ്പിക്കുന്ന ഒരു വലിയ ചടങ്ങുണ്ടായിരുന്നു. ആ ബലി അർപ്പിക്കാനാണ് ഈ രാജാവിനെ കൊണ്ടുപോയത്. ആ കൊട്ടാരത്തിലെ ഈ നരഭോജികൾ ഈ രാജാവിനെ പരിശോധിക്കുമ്പോൾ അവരുടെ മൂപ്പൻ ഈ മനുഷ്യനെ നോക്കുമ്പോൾ ഈ മനുഷ്യൻ അപൂർണനാണ്. കാരണം അദ്ദേഹത്തിനൊരു വിരൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. വിരലില്ലാത്ത ഒരു വ്യക്തി അവർ ബലി അർപ്പിക്കത്തില്ല. അവർക്ക് പൂർണ്ണതയുള്ള ഒരു മനുഷ്യനെ മാത്രമേ അവർ ബലി അർപ്പിക്കത്തുള്ളൂ. അത് കാരണം ആ രാജാവിനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ അവർ പറഞ്ഞു വിട്ടു. പെട്ടെന്ന് ഈ രാജാവിന് സുബോധം വന്നു. ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ആ മനുഷ്യനെ, ആ മന്ത്രിയെ ഓർത്തു. ആ മന്ത്രി അന്നേരം പറഞ്ഞു, വിരൽ പോയത് നല്ലതിനാ എന്ന് പറഞ്ഞു. ആ നല്ലത് എന്ന് പറഞ്ഞത് ആ വിരൽ പോയോണ്ടാണ് ആ രാജാവിന്റെ ജീവിതം ഇന്നും നിലനിൽക്കുന്നത്. പെട്ടെന്ന് ഓടി വന്ന കൊട്ടാരത്തിൽ നിന്ന് ആ കുഴിയിൽ നിന്ന് ആ മന്ത്രിയെ എടുത്തു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്, വിരൽ പോയത് നല്ലതിനാ. നിങ്ങളെ ഞാൻ കുഴിയിലിട്ടതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും വീണ്ടും മന്ത്രി പറയുക എല്ലാം നല്ലതിനാ. ഞാനൊരു കാര്യം നിങ്ങളടുത്ത് പറയട്ടെ. ഒരു പക്ഷേ ആ മന്ത്രി പൊട്ടക്കിണറ്റിൽ വീണില്ലായിരുന്നെങ്കിൽ ഈ രാജാവിന്റെ കൂടെ മന്ത്രിയും യാത്ര ചെയ്തേനെ. രാജാവ് അപൂർണനാണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ തൊട്ടടുത്ത നിമിഷം ഇവർ മന്ത്രിയെ പിടിച്ചേനെ. ഈ മന്ത്രി അപൂർണനല്ലായിരുന്നു, മന്ത്രി പൂർണ്ണനാണ്. ഒരു പക്ഷേ ഈ മന്ത്രി അവർ ബലിയർപ്പിച്ചേനെ. ആ പൊട്ടക്കിണറ്റിൽ വീണതാണ് മന്ത്രിയുടെ ജീവിതവും ഇന്ന് നിലനിൽക്കുന്നത്. വിരല് പോയത് രാജാവിന്റെ ജീവിതത്തെ കിട്ടിയെങ്കിൽ കുഴിയിൽ വീണതാണ് മന്ത്രിയുടെ ജീവിതം തിരിച്ചു കിട്ടിയത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. നമ്മുടെ ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മൾ കുഴികളിൽ വീഴാറുണ്ട്. പലപ്പോഴും നമ്മളെ പലരും പിടിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിയിടാറുണ്ട്. നമ്മൾ വിചാരിക്കും തീർന്നു പോയെന്ന്. ആ കുഴിയെല്ലാം നല്ലതിനാണ്. ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം നല്ലതിനാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികൾ വരുന്നത് നല്ലതിനാണ്. നമുക്ക് ആ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എപ്പോഴും നമുക്ക് ശക്തി തരും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റണം. നമസ്കാരം.